അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കൊരു 200 പ്ലം കേക്കിന് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അഡോരൻ്റെ ഒരു സംഘടന തന്നതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് പ്രിപ്പറേഷനാണ് ആ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടത്. ഇതിപ്പോൾ ഞാൻ 1 kgൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ല പെർഫെക്റ്റായിട്ട് പ്ലം കേക്ക് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം മൈദയാണ് എടുക്കുന്നത്. നമുക്ക് കപ്പളവല്ല, ഗ്രാം ബേസിൽ തന്നെ നമ്മൾ അളവ് കറക്റ്റ് എടുക്കണം. 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഗരം മസാല പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക ഇത് 4 കൂടി ഒരുമിച്ച് 100 ഗ്രാം വെച്ചിട്ട് പൊടിച്ചിട്ട് ഞാൻ മിക്സ് ആക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1/4 ടീസ്പൂണ് സോൾട്ടും ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഗരം മസാല ഞാൻ ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ് കേട്ടോ. 100 ഗ്രാം വെച്ചിട്ട് എല്ലാതും എടുത്തിട്ട് അത് ഞാൻ കൂടുതൽ പ്ലം കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഷുഗർ പൗഡർ എടുക്കുന്നത് 150 ഗ്രാമാണ് കേട്ടോ. നമുക്ക് 200 ഗ്രാം വരെ എടുക്കാം, ഞാൻ 150 ഗ്രാമാണ് എടുക്കുന്നത്. പിന്നെ ഇത് നമ്മൾ കേക്കിന് ഉപയോഗിക്കണ നെയ്യാണ്, ബട്ടറല്ല. അത് നമുക്ക് 200 ഗ്രാം വേണമെങ്കിൽ എടുക്കാം. ഞാൻ 100 ഗ്രാം ആ നെയ്യും പിന്നെ 100 ഗ്രാം ഓയിലും എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 200 ഗ്രാം. അതെല്ലാം നമുക്ക് 200 ഗ്രാം വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാം. കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ആ ഡാൽഡ. അപ്പോൾ അത് ഞാൻ ഒന്നിച്ച് 15 കിലോൻ്റെ പാക്കറ്റ് വാങ്ങിയതാണ്. ഇനി നമുക്ക് 100 ഗ്രാം ഓയിലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 100 ഗ്രാം ബട്ടർ നന്നായിട്ടും ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഷുഗർ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് പീക്ക് ആവണം, അതുവരെ ബീറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പ്ലം കേക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്നിച്ച് 3 കിലോൻ്റെ ബാറ്ററാണ് അതിന് വേണ്ടി തയ്യാറാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് വേറെ സെപ്പറേറ്റ് ഞാൻ 1 കിലോൻ്റെ ബാറ്റർ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ വാനില എസൻസും, ഒരു 2 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ്, 2 ഡ്രോപ്പ് മിൽക്ക് എസൻസ്, 2 ഡ്രോപ്പ് പ്ലം എസൻസ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ എഗ്ഗിനെ പതുക്കെ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്ലോ സ്പീഡിലാണ് കേട്ടോ ബീറ്റ് ചെയ്യണത്. എസൻസ് ഒന്നും വല്ലാണ്ട് യൂസ് ചെയ്യരുത്, കാരണം നമുക്ക് ടേസ്റ്റ് മാറിപ്പോവും. ഇനി ഞാനിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം സ്ലോ സ്പീഡിലാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. 100 ml ആണ്, ഞാൻ 100 ഗ്രാമാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. 100 ഗ്രാം നമ്മൾ ബട്ടറും എടുത്തിട്ടുണ്ട്. അതെല്ലാം 200 ഗ്രാം ബട്ടർ എടുക്കാം, പക്ഷേ ഓയിൽ ഒഴിക്കുമ്പോഴാണ് ഒന്നും കൂടി കേക്കിന് സോഫ്റ്റ് വരുന്നത്. ഇനി ഞാൻ 1/2 കപ്പ് കാരമൽ സോസ് നമ്മൾ ഉണ്ടാക്കിയതാണ്, അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ കാരമൽ സോസ് ഉണ്ട്, നല്ല ഡാർക്ക് കളറാണ്. അത് കേക്കിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് 1 ടേബിൾ സ്പൂൺ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തു 1 ടേബിൾ സ്പൂൺ. ഇത് കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്നും കൂടി സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യാം. അതിൻ്റെ ശേഷം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് 200 ഗ്രാം തൊട്ടിട്ട് 300 ഗ്രാം വരെ എടുക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ്. ഇതിൻ്റെയൊക്കെ സോക്കിംഗ് വീഡിയോ ഞാൻ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ ജസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഓറഞ്ചിൻ്റെ ജസ്റ്റ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പ്ലം കേക്കിന്. ഇതെല്ലാന്നുണ്ടെങ്കിൽ ലെമണിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് ഓറഞ്ച് കയ്യിലുണ്ടായിരുന്നു, ഓറഞ്ചെല്ലാം നമുക്ക് ആ ഓറഞ്ച് കളറുള്ള മുസമ്പി ഇല്ല, അതാണ്. അപ്പോൾ അതിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തതാണ്, ഞാൻ സ്കിന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണത്. അപ്പോൾ അതും നമ്മളവിടെ 200 ഗ്രാമും ഈ ഓറഞ്ചിൻ്റെ ഒരു ടീസ്പൂണാണ് അതെടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടി മിക്സ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കാഷ്യൂം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കൂടുതൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ. ഞാൻ പറയല 300 ഗ്രാം വരെ, ഞാൻ 200 ഗ്രാം എടുത്തിട്ടുള്ളൂ, കാരണം എനിക്ക് പ്ലം കേക്കിന് ഓർഡർ ഉള്ളതാണ്. അപ്പോൾ അതാണല്ലോ മുഖ്യം. അപ്പോൾ അതിൻ്റെ കഴിയാതെ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായി പോവില്ലേ. അങ്ങനെ ഞാൻ അളന്ന് വെച്ച മൈദ പതുക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ സ്പാച്ചില വെച്ചിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. മൈദ ഞാൻ പറഞ്ഞല്ലേ 250 ഗ്രാമാണ് മൈദ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂണ്
ഗരം മസാലയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും മിക്സ് ആക്കിയതാണ്. നമുക്ക് വേണമെങ്കിൽ സീവ് ചെയ്യാൻ, ഞാൻ സീവ് ചെയ്തിട്ടൊന്നുമില്ല, ഞാൻ നന്നായി മിക്സ് ആക്കിയിട്ടേ ഉള്ളൂ. നിങ്ങൾ സീവ് ചെയ്തെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സും അതിനോട് കൂടി തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മൈദയും രണ്ടും കൂടി ആൾട്ടർനേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡിലാണ് കേട്ടോ നമ്മളിത് മിക്സ് ആക്കണത്. ഒന്നിച്ച് കുത്തി ഇളക്കാൻ പറ്റില്ല, പതുക്കെ ഇളക്കി കൊടുക്കുക. ബീറ്റർ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. നന്നായി മിക്സാക്കി എടുക്കുക. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 200 കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ 175 അവർക്ക് വേണ്ടി ചെയ്തതായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ 25 എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് സെയിലായി പോയിട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മളെ ഫാമിലിയിൽ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഒരു സമയത്ത് ഞാൻ 10 കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു 300 ഗ്രാം വെച്ചിട്ട്. ഇത് നമുക്ക് ബേക്കറി സ്റ്റൈലാണ് കേട്ടോ. ഞാൻ ഈ കേക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എന്താ പറയുക, ഒത്തിരി പേര് കഴിച്ചിട്ട് പറഞ്ഞു എന്താ പറയുക നല്ല ടേസ്റ്റുള്ള കേക്കാണ്, എന്താ പറയുക നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള പ്ലം കേക്കാണെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ കഴിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള പ്ലം കേക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമ്മൾ നല്ലോണം മിക്സ് ആക്കിട്ടോ. ഇനി എന്താ പറയുക, സ്പാച്ചിൽ വെച്ചിട്ട് നന്നായി ഇളക്കി ഒന്ന് മിക്സാക്കി. ഇനി നമ്മൾ ഇത് 1 കിലോൻ്റെ ബാറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 2 പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. കറക്റ്റ് ഇത് 1 കിലോൻ്റെ പ്ലം കേക്ക് നമുക്ക് കിട്ടും ഈ ബാറ്റർ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് ഞാൻ 5 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ക്യാഷൊക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇനി ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ക്യാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി മിക്സാക്കി. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ചൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മൊഞ്ചാക്കുന്നുണ്ട് കേക്കിന്. ഞാൻ പറയില്ല 5 ഇഞ്ചിൻ്റെ പാനിൽ ഞാനൊരു 350 ഗ്രാം 5 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു. ഒരു 750 ഗ്രാം ഞാൻ 7 ഇഞ്ചിൻ്റെ പാനിൽ ഒഴിച്ചു. അപ്പോഴാണ് 50 ഗ്രാം കൂടുതൽ ഒഴിക്കണം, നമുക്ക് 700 ഗ്രാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ബേക്കിംഗ് ടൈം 1 മണിക്കൂർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 150 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് ആദ്യം വെക്കണം. 1 മണിക്കൂർ വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡാർക്ക് ബ്ലാക്ക് റേസിൻസും കാഷ്യും കുറച്ച് നട്ട്സൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറീസ് ഉണ്ടെങ്കിൽ ചെറീസൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറീസ് ഇടാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ പിന്നെ 3 കിലോൻ്റെ ബാറ്റർ ഒന്നിച്ച് തയ്യാറാക്കണം കേട്ടത്. അത് ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ 10 ട്രേയിൽ ഒഴിക്കുന്നുണ്ട്. 3 കിലോൻ്റെ ബാറ്റർ നമുക്ക് 300 ഗ്രാം വെച്ചിട്ട് 350 ഗ്രാം വെച്ചിട്ട് 10 ട്രേയിൽ ഒഴിക്കാനുണ്ടാവും. 5 ഇഞ്ചിൻ്റെ പാനാണ്. അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ ഓവനിൽ 2 റാക്ക് ഞാൻ വെച്ചു. 1 റാക്ക് ഞാൻ എക്സ്ട്രാ അടുപ്പിച്ചു, സ്റ്റീലിൻ്റെ റാക്ക്. എന്നിട്ട് 2 റാക്ക് വെച്ചിട്ട് ഞാൻ ഓവനിലേക്ക് വെക്കുന്നുണ്ട് 10 ടിന്നും. അതുകൂടാണ്ട് നമ്മളുണ്ടാക്കിയ 2 ടിന്നും. അങ്ങനെ 12 ടിന്ന് ഞാൻ ഓവനിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഓവന് 60 ലിറ്ററിൻ്റെ ഓവനാണ്. അപ്പോൾ 150 ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ ബേക്കിംഗ് ടൈം വരുന്നുണ്ട്. കേക്ക് ബേക്ക് ചെയ്തായിട്ടുണ്ട്. നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം കേട്ടോ. ഫീഡ്ബാക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നല്ല പെർഫെക്ഷനായിട്ട് പ്ലം കേക്ക് വീട്ടിലുണ്ടാക്കാം. ഇതൊക്കെ 300 ഗ്രാമിൻ്റെ കേക്കാണ് കേട്ടോ. ഞാൻ ഫസ്റ്റിൽ കാണിച്ചതാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തത്. 1 kgൻ്റെ 700 ഗ്രാമും പിന്നെ 300 ഗ്രാമും. 750 350 ഒഴിച്ചാലാണ് നമുക്ക് 700 300 നമുക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുക. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ 3 കിലോൻ്റെ ബാറ്ററി ഞാൻ ഉണ്ടാക്കിയല്ലോ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ റെസിപ്പി ഞാനിതിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇപ്പം നല്ല തിരക്കാണ് എനിക്ക് ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ ഒത്തിരി ഓർഡറുള്ള കാരണം ഞാനിത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം പാക്ക് ചെയ്തു. എനിക്ക് നമ്മളെ പേര് വെച്ചിട്ട് കവറടിക്കാൻ പോയിട്ട് എനിക്ക് പറ്റിയില്ല. കാരണം അത് അവർ 6 കിലോന് ഒരുമിച്ച് അടുപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക ഈ കവറ് വാങ്ങിച്ചു. അതിൽ പിന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നിച്ച് ബോക്സ് ആക്കിയിട്ട് അവർക്ക് കൊടുത്തു വിട്ടു.
അവരിത് പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സംഘടനയാണ് നമുക്കിത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രക്കുള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ബോക്സാക്കി 3 ബോക്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ ബോക്സിലും 55, 60 വെച്ചിട്ടാണ് പാക്കാക്കിയിട്ടുണ്ടായിരുന്നത്.